glorious name of our Lord and Savior, Jesus Christ, who is coming back again to receive the glorious church of God. ഇത്രയും വേഗം മടങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു. We are discussing about Revelation chapter 2, verses up to 23. Today I am going to start from verse 24 to 29. Just I am reading some verses. ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തൊഴുത്തരിയിലെ ശേഷം പേരുണ്ട്. വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. 24 25 വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ലാസ്റ്റ് മൺഡേയിൽ ഓർപ്പിച്ചതുപോലെ there are some merits and demerits to each churches. The church at Thyatira, they have some demerits. It's already spoken in the starting verses. And here, Jesus Christ is speaking to the church at Thyatira that there are some people who are not following the doctrines of Balaam and the doctrines of Jezebel. ജസബേലിന്റെ ഉപദേശം കൈക്കൊള്ളാതെ ഇരിക്കുന്ന ചിലർ നിങ്ങൾക്ക് സർദീസിലുണ്ട്. They don't know the depths of Satan. അവർക്ക് സാത്താന്റെ ആഴങ്ങളെ കുറിച്ച് അവർക്ക് അറിവില്ലാതിരിക്കുന്നു എന്നാണ് കർത്താവ് എടുത്തു പറയുന്നത്. They does not know the depths of Satan. സാത്താന്റെ ആഴങ്ങളെ കുറിച്ച് അവർക്ക് അറിവില്ലാതിരിക്കുന്നു എന്നാണ് കർത്താവിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭയ്ക്കുള്ളിൽ അപ്പോൾ തന്നെ ജസബേലിന്റെ ഉപദേശം കൈക്കൊള്ളാതെ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ആൾക്കാർ ടൈറ്റേരിയ സഭയിൽ ഉണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നു, ഇസബേലിന്റെ ഉപദേശം കൈക്കൊള്ളാതെ അവർ സത്യോപദേശത്തിൽ നിൽക്കുന്ന ചിലർ ടൈറ്റീരിയയിൽ ഉണ്ട്. അവരെ കുറിച്ച് പറയുന്നത് അവർ സാത്താന്റെ ആഴങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവസഭയ്ക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാത്താന്റെ ആഴങ്ങളുടെ നടുവിൽ പോലും ദൈവജനം കർത്താവിന്റെ വചനം മുറുകെ പിടിച്ച് കാത്തു നിൽക്കുന്ന ഒരു റെമനന്റിനെ പരിശുദ്ധാത്മാവ് ഇവിടെ എടുത്തു കാണിക്കുക. There are some people, they are not following the doctrines of Jezebel and they are holding fast their faith. അവരുടെ വിശ്വാസം അവർ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു.
അവരെ കുറിച്ച് കർത്താവ് പറയുന്നത്, some people are not following the doctrines of Jezebel. That means some people are not following the doctrines of the then church, and most of the people are following the doctrines of the church. അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ദൈവസഭയുടെ ഉപദേശങ്ങൾ പിൻപറ്റുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരിക്കെ, some people are not following the doctrines. That means there is a group of people separated always in the church periods. There is a group of people separated purely, holding their faith and standing for the firm doctrines in the church. ദൈവസഭയിലെ എല്ലാവിധ ഉപദേശങ്ങളെയും കൈക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തു നിന്നതായ ഒരു ഗ്രൂപ്പ് ജനം എല്ലായ്പ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്നത്, ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുന്നത് പോലെ സാത്താന്റെ ആഴങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നതുമായ ചിലർ നിങ്ങളുടെ നടുവിലുണ്ട്. അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരുടെ മേൽ വലിയൊരു ഭാരം വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അവരുടെ ഈ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവസഭ അനവധി ദുരുപദേശങ്ങളിൽ കൂടെ കടന്നുപോയിട്ടും ദൈവവചനത്തെ കാത്തുകൊണ്ട് നിന്ന പലരും ദൈവസഭയ്ക്കത്തുണ്ടായിരുന്നു എന്നാണ് കർത്താവ് എടുത്തു പറയുന്നത്. അങ്ങനെ ദൈവസഭയുടെ ഉപദേശം കൈക്കൊണ്ട് കർത്താവിന് വേണ്ടി നിന്ന ഒരു നല്ലൊരു കൂട്ടം ജനം ദൈവസഭയ്ക്കകത്ത് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അവരോട് പറയുന്നു, നിങ്ങളുടെ മേൽ ഒരു വലിയ ഭാരം വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറയുകയാണ്, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നത് വരെ പിടിച്ചുകൊള്ളുവീൻ. Hold fast what you have until I comes. ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കുള്ള ചില ഉപദേശങ്ങളെ നിങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എപ്പോഴും ഏത് സമയത്തും സഭയുടെ ഏത് കാലഘട്ടങ്ങളിലും കർത്താവിന് വേണ്ടി നിലനിന്നിരുന്നതായ ഒരു നല്ലൊരു കൂട്ടം ജനം എപ്പോഴും, there was a group of people who is called the remnant. Always a remnant was keeping the word of God and standing firm in the tribulations and persecutions throughout the period of the churches. ദൈവസഭകളുടെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലായ്പ്പോഴും ഒരു കൂട്ടം ജനം കർത്താവിന്റെ വചനം കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനം എപ്പോഴും ഉണ്ട്. ഇവിടെ സർദീസിലെ ഇവിടെ തൊഴിൽക്കാരിയിലെ സഭയോട് കർത്താവ് പറയുന്നത്, there is a group of people who are holding fast their faith. അവരുടെ വിശ്വാസം അവർ കാത്തുകൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത്, നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നത് വരെ മുറുകെ പിടിച്ചുകൊള്ളുക. അതിന്റെ അർത്ഥം, കുറച്ച് ജനം ഏത് കാലഘട്ടത്തിലും ദൈവസഭയ്ക്കകത്ത് കർത്താവിനെ സേവിക്കാനായി വേർതിരിക്കപ്പെട്ടിരുന്നു. തൊഴുത്തേരിയിലെ സഭയുടെ കാലഘട്ടത്തിലും, സർദീസിലെ സഭയുടെ കാലഘട്ടത്തിലും, ഫിലദൽഫിയയിലെ സഭയുടെ കാലഘട്ടത്തിലും, ലവോദിക്കയിലെ സഭയുടെ കാലഘട്ടത്തിലും ഒരു ഗ്രൂപ്പ് ജനം വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്നതായി ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അവരെ കുറിച്ച് കർത്താവ് പറയുന്നത്, there is a group of people who are holding their faith. അവരോട് പറയുക, whatever you are holding, keep holding until I come. ഞാൻ വരുന്നത് വരെയും എന്റെ വചനം നിങ്ങൾ കാത്തുകൊള്ളുക. എന്നാണ് അവരോട് പറഞ്ഞത്. 25-ാം വാക്യം, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നത് വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അവർക്ക് ചിലതുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, there was a remnant who has been saved from all the generations of the church. They have been keeping the word of God, they have been keeping their faith, and they have been keep holding their faith until throughout the church period. ദൈവസഭകളുടെ എല്ലാ കാലഘട്ടങ്ങളിലും കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഉറച്ചു നിന്നതായ ചിലർ എല്ലായ്പ്പോഴും ദൈവസഭകളിൽ ഉണ്ടായിരുന്നു. അതാണ് കർത്താവിന്റെ ആത്മാവിനെ എഴുതി. അത് കഴിഞ്ഞ് പറയുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അപ്പം ദൈവസഭയ്ക്ക് രണ്ട് ദോഷവശങ്ങൾ കർത്താവ് എടുത്തു പറഞ്ഞു, രണ്ട് ഗുണഗണങ്ങളും കർത്താവ് പറഞ്ഞു. അതിനുശേഷമായിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ യു ഹാവ് ബീൻ ഹോൾഡിങ് സംതിങ് in your faith, keep that one until I come. ഞാൻ വരുന്നത് വരെ നിങ്ങൾ കാത്തുകൊണ്ട് നിൽക്കുന്നതായ, നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നതായ ചില ഉപദേശ സത്യങ്ങളെ ഞാൻ വരുന്നത് വരെ പിടിച്ചു നിൽക്കുവാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ കർത്താവ് പറയുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ഇവിടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് പറയുന്നത്. Those who are conquering and keep watching whatever I have commanded unto you. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് I shall give the reward. ശ്രദ്ധിക്കുക, ദൈവസഭയോട് കർത്താവ് പറയുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ചത് അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുക. രണ്ട് കാര്യം അവിടെ എടുത്ത് പറയുകയാണ്. ഒന്ന്, ജയിക്കണം. രണ്ട്, ഞാൻ കൽപ്പിച്ചത് അവസാനത്തോളം അനുഷ്ഠിക്കണം. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ലൊരു വേർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം ഇംഗ്ലീഷില്. He that overcomes and keeps my works unto the end, to him I will give power over nations. ശ്രദ്ധിക്കുക, he that overcomes and keeps
my works until the end, to whom I shall give the power over the nations. ജയിക്കുകയും ഞാൻ അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവർത്തികളെ അവസാനം വരെ കാത്തുകൊള്ളുകയും ചെയ്യുന്നവർക്ക് എന്റെ പിതാവ് എനിക്ക് ജാതികളുടെ മേൽ അധികാരം തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും ജാതികളുടെ മേൽ അധികാരം തരും. ശ്രദ്ധിക്കുക, those who are conquering the world, those who are conquering Satan, those who are conquering sin and the worldly pleasures, they will be rewarded many things. There is a list given here. ഒരു നല്ല ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ചത് പ്രവൃത്തി അവസാനത്തോളം ചെയ്യുകയും ചെയ്യുന്നവന്. അപ്പൊ ജയിച്ചാൽ മാത്രം പോരാ, കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെയും പ്രമാണിക്കണം. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും വായിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നാം ദൈവത്തെ സ്നേഹിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യകാലം വരെ സംരക്ഷിക്കുകയും ദൈവം പറഞ്ഞ പ്രവർത്തികളെ തികയ്ക്കുകയും ചെയ്യുന്നവനാണ് പ്രതിഫലങ്ങൾ ലഭിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ഞാൻ കൊടുക്കും. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കും. To each one he will get the reward according to his good and evil works. അവരവരുടെ പ്രവർത്തിക്ക് തക്ക പകരം ലഭിക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ ദൈവവചനം പ്രമാണിക്കുകയും കർത്താവിന്റെ വരവ് വരെ വിശ്വാസത്തിൽ കാത്തു നിൽക്കുകയും കർത്താവിന് വേണ്ടി ചെയ്യുന്നവരുമായ, ദൈവവചനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ജനം എല്ലായ്പ്പോഴും ഉണ്ട്. എല്ലാ ദൈവസഭകളുടെ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഇതുകൊണ്ടാണ് യിലുള്ള ദൈവസഭയോട് കർത്താവ് പറഞ്ഞത്, ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കുള്ളത് നിങ്ങൾ പിടിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, the people, those who are from Thyatira, they were holding their faith. That's why Lord Jesus is speaking to them, whatever you have in your hand, keep doing until I come. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. Whatever you have in your hand, keep doing until I come. ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കുള്ളത് നിങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയും എന്ന് പറഞ്ഞാൽ, അവരെന്തോ കാത്തു നിൽക്കുകയാണ്, അവരെന്തോ പിടിച്ച് ഉറച്ചു നിൽക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, വല്ല വിധേയനെയും പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട്, എങ്ങനെയെങ്കിലും മരിച്ചെഴുന്ന പുനരുത്ഥാനം പ്രാപിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷ.
ഫിലിപ്പിയൻ ലേഖനത്തിൽ പറയുന്നത് ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. Somehow, so that I may attain the resurrection from my body. എന്റെ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. Somehow I wanted to attain the resurrection from my body. എന്റെ ശരീരത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കർത്താവ് പറയുന്നു, യു പീപ്പിൾ ആർ ഹോൾഡിംഗ് സംതിങ്, സോ കീപ് ഡൂയിങ് ആൻഡ് കീപ് പ്രൊട്ടക്ടിങ് വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നത് വരെ കാത്തുകൊള്ളുവീൻ എന്നാണ് കർത്താവ് പറയുന്നത്. എന്നുവെച്ചാണ് അവരോട് പറഞ്ഞത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ചത് പ്രമാണിക്കുകയും ചെയ്യുന്നവർക്ക് ചിലതൊക്കെ ഞാൻ തരും. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് കൽപ്പിച്ച ചില കൽപ്പനകൾ, യു ഹാവ് ടു കംപ്ലീറ്റ് ദ വർക്ക്സ് വിച്ച് ഐ ഹാവ് ഗിവൻ യു. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തികളെ തികയ്ക്കുന്നവർക്ക്, അനുഷ്ഠിക്കുന്നവർക്ക് ഞാൻ ജാതികളുടെ മേൽ അധികാരം നൽകും. എന്റെ പിതാവ് എനിക്ക് ജാതികളുടെ മേൽ അധികാരം നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്ക് ജാതികളുടെ മേൽ അധികാരം തരും. ഇതാണ് ജയിക്കുന്ന ഗ്രൂപ്പിനോട് കർത്താവ് അരുളി ചെയ്യുന്ന അരുളപ്പാട്. Those who are conquering and keep watching what I have commanded unto you. Those who are conquering and keep watching what I have commanded unto you to do. നിങ്ങളോട് പ്രവർത്തി ചെയ്യുവാൻ, അനുഷ്ഠിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ അനുഷ്ഠിക്കുന്നവർക്ക്, ജയിക്കുന്നവർക്ക് ജാതികളുടെ മേൽ ഞാൻ അധികാരം കൊടുക്കും. എന്റെ പിതാവ് എനിക്ക് ജാതികളുടെ മേൽ അധികാരം തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് ജാതികളുടെ മേൽ അധികാരം തരും. അപ്പോ ജയിക്കുന്ന ദൈവസഭയ്ക്ക്, ജയാളികളായി പുറപ്പെടുന്ന ദൈവസഭയ്ക്ക് ദൈവപുത്രൻ നൽകുന്ന പ്രതിഫലം ജാതികളുടെ മേൽ അധികാരം തരും. ഒന്ന്. രണ്ട്, അവൻ ഇരുമ്പ് കോല് കൊണ്ട് അവരെ മേയിക്കും. മൂന്ന്, അവർ കുശവന്റെ പാത്രം പോലെ മുറുകിപ്പോകും. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഞാൻ നിനക്ക് ഉദയ നക്ഷത്രവും തരും. അപ്പോ മൂന്ന് പ്രതിഫലങ്ങളാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ജയിക്കുന്നവന് വേണ്ടി മൂന്ന് വിധ പ്രതിഫലങ്ങൾ. Those who are conquering and keep watching and doing what I have commanded unto you. എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അനുഷ്ഠിക്കുകയും ജയിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് ജാതികളുടെ മേൽ അധികാരം തന്നതുപോലെ നിങ്ങൾക്ക് ഞാൻ ജാതികളുടെ മേൽ അധികാരം തരും. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് ലഭിക്കും എന്ന് കർത്താവിന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ടോ, ഇസ്രായേൽ ഗോത്രം 12-ന്റെയും നിങ്ങൾ ന്യായം വിധിക്കും. യേശു തന്റെ ശിഷ്യന്മാരോട് അവർ ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് ലഭിക്കും? അപ്പൊ അവരോട് പറയുകയാണ്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിത്യജീവനും, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം
12 മേലും ന്യായാധിപന്മാരായിരുന്ന ന്യായം വിധിക്കും. നമ്മള് കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധന്മാർ ദൂതന്മാരെ പോലെ ന്യായം വിധിക്കുമെന്ന്. കൊരിന്ത്യലേഖനത്തിലെ ഒരു വാക്യമാണ്. വിശുദ്ധന്മാർ ദൂതന്മാരെയും ന്യായം വിധിക്കും. അപ്പോ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം യേശുക്രിസ്തുവിനെ നീകരിച്ച് യേശുക്രിസ്തുവിന്റെ വചനത്തെ അനുഷ്ഠിച്ച് ജീവിതത്തിൽ നിലനിൽക്കുന്ന ജനത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. Those who have been conquering, ജയിക്കുന്നവർക്ക് എന്റെ പിതാവ് എനിക്ക് ജാതികളുടെ മേൽ അധികാരം നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്ക് ജാതികളുടെ മേൽ അധികാരം തരും. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിക്കട്ടെ, കർത്താവിന്റെ 12 ശിഷ്യന്മാർ കർത്താവിന്റെ ചുറ്റും നിന്നുകൊണ്ട് അവരോ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യം ലൂക്കോസിലും മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ചോദ്യം ഇതാ: കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് ലഭിക്കും? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ പിൻപറ്റിയിരിക്കുന്നല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം വിറ്റ് പിറക്കി കർത്താവിനെ പിൻപറ്റിയിരിക്കുകയാണ്. വാട്ട് റിവാർഡ് വി വിൽ ഗെറ്റ് ഇൻ ദിസ് എർത്ത്? ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് ലഭിക്കും എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പോഴാണ് കർത്താവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിത്യജീവനും നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 മേലും 12 ഗോത്രങ്ങളിലിരുന്ന 12 സിംഹാസനങ്ങളിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന ദൈവത്തിന്റെ പുത്രൻ തന്നെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അതേപോലെ തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുന്നത്, don't you know that the saints will judge the angels also? നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയോ, വിശുദ്ധന്മാർ ദൂതന്മാരെയും ന്യായം വിധിക്കും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ വചനമനുഷ്ഠിച്ച് കർത്താവിന്റെ കൽപ്പന കാത്തുകൊള്ളുന്ന, നമ്മളോട് അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ കർത്താവ് വരുന്നവരെ കാത്തുകൊള്ളുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് സകല ന്യായവിധിയും കൈമാറിയിരിക്കുക. സകലരെയും ന്യായം വിധിക്കുവാനുള്ള അധികാരം പിതാവ് തനിക്ക് തന്റെ പുത്രനായ ക്രിസ്തുവിനാ കൊടുത്തിരിക്കുന്നത്. ആ അധികാരം ജാതികളുടെ മേൽ ഞാൻ നിനക്ക് അധികാരം തരും. ഭൂമിയിലുള്ള സകല ജാതികളെയും ന്യായം വിധിക്കുവാനുള്ള അധികാരം യഹോവയായ ദൈവം, the ancient of days, വയോധികനായവൻ തന്റെ പുത്രനായ ക്രിസ്തുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു തന്റെ സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ആ അധികാരം നിങ്ങളുടെ മേൽ കൈമാറും. സ്തോത്രം. ശ്രദ്ധിക്കുക, ഇവിടെ തുയത്തരിലുള്ള ദൈവസഭയോട് കർത്താവ് പറയുന്നു, ജയിക്കുന്നവന്, എന്റെ വചനം അനുഷ്ഠിക്കുന്നവന്, നിങ്ങളോട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളെ പൂർത്തീകരിക്കുന്നവന്, എന്റെ വരവ് വരെയും എന്റെ വചനം കാത്തുകൊണ്ട് നിൽക്കുന്നവർക്ക് ഞാൻ, എന്റെ പിതാവ് യഹോവയായ ദൈവം, ദാനിയേലിന്റെ ഭാഷയിൽ പറയുമ്പോൾ ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, വയോധികനായവൻ വിശുദ്ധന്മാർക്ക് ന്യായവിധി നടത്തുവാൻ അധികാരം നൽകി. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധന്മാർ മൃഗത്തോട് യുദ്ധം ചെയ്ത് മൃഗത്തിന്റെ മേൽ ജയമെടുത്ത മൃഗത്തെയും മൃഗത്തിന്റെ അധികാരങ്ങളെയും ന്യായം വിധിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, the saints will give judgment to the Gentiles. ജാതികളെ
ന്യായം വിധിക്കുവാനുള്ള അധികാരം വിശുദ്ധന്മാർക്ക് നൽകിയിരിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, those who are conquering and keeping my words until I come. ഞാൻ വരുന്നത് വരെയും എന്റെ വചനത്തെ കാത്തുകൊണ്ട് ജയിക്കുകയും ഞാൻ വരുന്നത് വരെ എന്റെ വചനം അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് പിതാവായ ദൈവം തന്റെ പുത്രന് നൽകിയിരിക്കുന്ന ജാതികളുടെ പേരുള്ള അധികാരം നിങ്ങൾക്കും ലഭിക്കും. അപ്പോ തുയത്തരിയിലെ ദൈവസഭയോട് പ്രതിഫലമായി കർത്താവ് പറയുന്നത്, ജയിക്കുന്നവർക്ക് പിതാവായ ദൈവം എനിക്ക് ജാതികളുടെ മേൽ അധികാരം നൽകിയതുപോലെ നിങ്ങൾക്കും ജാതികളുടെ മേൽ അധികാരം ലഭിക്കും. അതിന് ഉപോത്ഫലകമായ ഒരു വാക്യമാണ് ദാനിയേൽ പ്രവചനത്തിൽ കിടപ്പുണ്ട്. ദാനിയേൽ 7:22 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. വയോധികനായവൻ വന്ന് അത്യുന്നതായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം. ഇവിടെ മലയാളത്തിൽ അത് 21-ാം വാക്യമാണ്. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു മിശിഹായിക്ക് പിതാവായ ദൈവം സകല ന്യായവിധിയും നടത്താൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പിതാവ് പുത്രന് സകല അധികാരങ്ങളും നൽകിയിരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ പുത്രന് ന്യായം വിധിക്കുവാൻ അധികാരം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ പിതാവ് നൽകിയ അധികാരം സകല ജാതികളെയും ന്യായം വിധിക്കുവാനുള്ള ആ അധികാരം ജയിക്കുന്നവർക്ക്, ദൈവവചനത്തെ പ്രമാണിക്കുന്നവർക്ക്, ജീവകാലം മുഴുവൻ നമ്മളോട് ചെയ്യുവാൻ അനുഷ്ഠിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് പിതാവായ ദൈവം പുത്രന് ജാതികളുടെ മേൽ അധികാരം നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്ക് ജാതികളുടെ മേൽ അധികാരം നൽകും. അപ്പൊ ശ്രദ്ധിക്കുക, ജയിക്കുന്ന ഗ്രൂപ്പിന് ഒരു വലിയ അധികാരം ലഭിക്കുന്നുണ്ടോ? അതിന് യോഗ്യമായ ഒരു വാക്യമാണ് ഞാൻ ദാനിയേലിന്റെ പ്രവചനത്തിൽ നിന്ന് വായിപ്പിച്ചു കേൾപ്പിച്ചത്. വയോധികനായവൻ വന്ന് തന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നടത്തുവാൻ അധികാരം നൽകുന്നു, ജാതികളുടെ മേൽ അധികാരം കൽപ്പിക്കുന്നു. അപ്പോ ജയിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ജയാളികളായി പുറപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എല്ലായ്പ്പോഴും ദൈവസഭയ്ക്കകത്തുണ്ട്. Those who
them I shall give the authority to judge the Gentiles. ജാതികളെ ന്യായം വിധിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. ആർക്ക്? ദൈവസഭയ്ക്ക്, ജയിക്കുന്ന ഗ്രൂപ്പിന്. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്. ഇവിടെ രണ്ട് കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ജയിക്കണം, ജയാളിയായിരിക്കണം. രണ്ട്, ഞാൻ കൽപ്പിച്ചിരിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്, അത് നമുക്ക് അനുഷ്ഠിക്കാൻ വേണ്ടി തന്നിരിക്കുക. നമ്മളത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതിനാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വരുവോളം നിങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിന് ജാതികളുടെ മേൽ അധികാരം നൽകിയതുപോലെ, അല്പം കൂടെ ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പിതാവ് പുത്രന് സകലവിധ അധികാരങ്ങളും നൽകിയിരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ പുത്രന് ന്യായവിധി നടത്തുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അവന് മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ജയിക്കുന്നവരായ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന് ജയിക്കുകയും എന്റെ പ്രവൃത്തി ഞാൻ വരുന്നത് വരെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. Those who are conquering and completing the works which I have given unto you, or I have commanded unto you, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ജാതികളെ മുഴുവൻ ആ ന്യായം വിധിക്കുവാൻ അധികാരം നൽകിയിരിക്കുന്നത് പോലെ ജയിക്കുന്നവർക്ക് ജാതികളുടെ മേൽ അധികാരം ലഭിക്കും. അപ്പൊ ശ്രദ്ധിക്കുക പ്രിയ ശ്രോതാക്കളെ, കർത്താവിന്റെ വചനത്തിനു വേണ്ടി നിൽക്കുന്നവർക്ക്, those who are completing the works until I come, ഞാൻ വരുന്നത് വരെ നിങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തികളെ അനുഷ്ഠിക്കുന്നവർക്ക്. പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു, you are holding your faith, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടോ? until I come, ഞാൻ വരുന്നത് വരെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെയുള്ള ഗ്രൂപ്പിനോടാണ് കർത്താവ് പറഞ്ഞത്, those who are conquering, to them I shall give the authority to judge the Gentiles. ജാതികളെ ന്യായം വിധിക്കുവാൻ ജയിക്കുന്നവർക്ക് അധികാരം ലഭിക്കും. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു, അവൻ ഇരുമ്പ് കോലുകൊണ്ട് അവരെ മേയിക്കും. അധികാരത്തിന്റെ ചെങ്കോൽ ദാവീദിന്റെ സിംഹാസനത്തിലുണ്ട്, ദാവീദിന്റെ തലമുറകളിലുണ്ട്. ഐ ആം ദ റൂട്ട് ഓഫ് ദ ഡേവിഡ്. നമ്മൾ ജയാളിയായി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോ 5-ാം അധ്യായത്തിൽ അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ ജയാളിയായി ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, the lion of the tribe of Judah, the root of the
David and the Lamb of God. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ ദാവീദിന്റെ വേരായവൻ, the root of the David, who is holding the scepter of authority, അധികാരത്തിന്റെ ശംഖോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പുത്രൻ. യേശുവിന്റെ ജനന സമയത്ത് ഗബ്രിയേൽ ദൂതൻ മറിയാമിന് ദൂത് പറയുമ്പോ അവരോട് പറയുന്നത്, അവൻ ദാവീദ് ഗോത്രത്തെ ന്യായം വിധിക്കേണ്ടതിന് കൊണ്ട് ദാവീദ് ഗോത്രത്തിന് എന്നേക്കും രാജാവായിരിക്കും. നമ്മള് സുവിശേഷത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയാമിന് ദൂത് പറയുമ്പോ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്ന ഒരു ഭാഗമാണ്, അവൻ ദാവീദ് ഗോത്രത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് ഒരിക്കലും അന്ത്യം ഉണ്ടാകുകയില്ല. പറയുമ്പോ പറയുന്നു, ഗവൺമെന്റ് വിൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. യെശയ്യാപുരാണം 9-ാം അധ്യായത്തിൽ യെശയ്യാവ് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ഗവൺമെന്റ് വിൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. He will be called the mighty counselor, the eternal father. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ദാവീദ് ഗോത്രത്തിന്റെ അധികാരം അവന്റെ മേലിരിക്കും എന്ന് യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയാമിന് ദൂത് കൊടുത്തപ്പോ അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വത്തിന് ഒരിക്കലും അന്ത്യമുണ്ടാകില്ല. അവൻ ദാവീദ് ഗോത്രത്തിന് എന്നേക്കും രാജാവായിരിക്കും. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ വന്നപ്പോ യോഹന്നാൻ കാണുന്നത്, the lion from the tribe of Judah, the root of the David, the Lamb of God who has slain. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ, അറുക്കപ്പെട്ട കുഞ്ഞാട്, സകലത്തിന്റെ മേലും ജയാളിയായി എന്ന് 5-ാം അധ്യായത്തിൽ വിളിച്ചു പറയുവാനിടയായത്. 5-ാം അധ്യായത്തിൽ വരുമ്പോ ആ ഭാഗം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, those who have been conquering, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്, ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് അഥവാ യഹോവയായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് സകല ജാതികളെയും ന്യായം വിധിക്കാൻ അധികാരം നൽകിയിരിക്കുന്നത് പോലെ ജയിക്കുന്നവർക്ക്, ജയം പ്രാപിക്കുന്നവർക്ക്, ജയാളിയായി പുറപ്പെടുന്നവർക്ക് ജാതികളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ ന്യായാധിപന്മാരായി അധികാരം ലഭിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്കറിയരുതോ നിങ്ങൾ ദൂതന്മാരെയും ന്യായം വിധിക്കും. ലൂക്കോസ് വിഷയത്തിൽ ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുക, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് കിട്ടും, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? അപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിത്യജീവനും വരുവാനുള്ള ലോകത്തിൽ
ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ ന്യായാധിപന്മാരായി ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന് അവരോട് പറഞ്ഞു. ആ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ചതേ ഉള്ളൂ. ഇവിടെ പറയുക, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്, those who are conquering and following or doing the works which I have commanded unto you until the end. അവസാനം വരെയും ഞാൻ തന്നിരിക്കുന്ന പ്രവൃത്തികളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് സകല ജാതികളെയും ന്യായം വിധിക്കുവാൻ അധികാരം നൽകിയതുപോലെ ജയിക്കുന്നവർക്ക് ജാതികളുടെ മേൽ അധികാരം ലഭിക്കും. അടുത്തത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ഇരുമ്പ് കോല് കൊണ്ട് അവരെ മേയിക്കും. രാജാവിന്റെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലുണ്ട്. രാജാവിന്റെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലുണ്ട്. ഇരുമ്പ് ദണ്ടുകൊണ്ട് ജാതികളെ മേയിക്കും. അത് കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, I will give them the morning star. ഞാൻ അവർക്ക് ഉദയ നക്ഷത്രവും കൊടുക്കും. I will give them the morning star. ഈ ഉദയ നക്ഷത്രം ആരാ? ഉദയ നക്ഷത്രം അതിനെ നമ്മുടെ ഒരു ക്ലാസ് ആയിട്ട് മാറ്റണം. ഉദയ നക്ഷത്രം എന്ന് പറയുമ്പോ രണ്ട് പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 19 ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 Peter 1:19. 2 Peter 1:19. Just I am reading for you. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. ശ്രദ്ധിക്കുക, പ്രോഫസി പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം നിങ്ങൾ എന്റെ വചനം കാത്തുകൊള്ളണം. The morning star, the rising star is Jesus Christ. വെളിപ്പാട് പുസ്തകം 22:16 അതിനെക്കുറിച്ച് ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Chapter 22, verse 16. യേശു എന്ന ഞാൻ വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. പതിനാറാം വാക്യമാണ്. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം വെളിപ്പാട് ചാപ്റ്റർ 22 രേഖപ്പെടുത്തിയിരിക്കുന്നു. 22:15 വാക്യം. I, Jesus, have sent mine angel to testify
unto you these things in the churches. I am the root and the offspring of David and the bright and morning star. ശ്രദ്ധിക്കുക, കർത്താവ് പറയുകയാണ്, I have sent an angel to the churches. നെഞ്ചു പറയുന്നു, I am the root and the offspring of David and bright and morning star. ഇപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഉദയ നക്ഷത്രം. ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും. ഞാനിവിടെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ 2-ാം അധ്യായത്തിൽ അതിന്റെ 27-ാം വാക്യം വായിച്ചപ്പോ ഇങ്ങനെ രേഖപ്പെടുത്തി, ജയിക്കുകയും ഞാൻ വരുവോളം നിങ്ങൾക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികളെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നവന് പിതാവായ ദൈവം ജാതികളുടെ മേൽ എനിക്ക് അധികാരം നൽകിയതുപോലെ നിങ്ങൾക്കും ജാതികളുടെ മേൽ അധികാരം തരും. ദാവീദിന്റെ രാജ്യത്വത്തിന് ഒരന്തമുണ്ടാകത്തില്ല. അവന്റെ സിംഹാസനം എന്നേക്കും ഇരിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ മറിയാമിനോട് പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ ദാവീദിന്റെ ഗോത്രത്തിലെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം, the lion of the tribe of Judah, the offspring and the root of the David and the bright and morning star. 20 വായിക്കുന്നു, അവർക്ക് ഞാൻ ഉദയ നക്ഷത്രം സമാനമായി കൊടുക്കും. ഉദയ നക്ഷത്രത്തെ കുറിച്ചാണ് വെളിപ്പാട് 22 ഞാൻ പറഞ്ഞത്. I am the root and offspring of David. ഞാൻ ദാവീദിന്റെ പേരും ദാവീദിന്റെ പരമ്പരയിൽ നിന്നുള്ള ഉള്ളവനും, അതാണ് offspring. And the root and the offspring എന്നാണ് പറയുന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ there is a comma and it is telling and the bright and morning star. ഞാൻ ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. അപ്പൊ ചിന്തിക്കുക, ജയിക്കുന്ന ഒരു ഗ്രൂപ്പ് ജനമുണ്ട്, ജയാളികളായി പുറപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ജനമുണ്ട്. അവർക്ക് കർത്താവ് ജാതികളുടെ മേൽ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം അധികാരം കൊടുത്തതുപോലെ അവർക്ക് ദൈവം തന്റെ പുത്രനിൽ നിന്ന് അധികാരം പരമേൽപ്പിക്കും. രണ്ടാമത്, ജയിക്കുന്നവർക്ക് ഉദയ നക്ഷത്രം തരും. ഉദയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിനെ നമ്മൾക്കായി നൽകും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്, I am the root of the David and the offspring of David. I am the root and the offspring of David and the bright and the morning star. ശുഭ്രമായ ഉദയ നക്ഷത്രം. ദാവീദിന്റെ പേരും ദാവീദിന്റെ സന്തതിയിൽ നിന്ന് പുറപ്പെട്ടതുമായ യേശു കർത്താവിനെ ജയിക്കുന്നവർക്ക് വേണ്ടി നൽകപ്പെടും. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ കാലങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് എത്ര വേഗം വരും. ജീസസ് said, I will come quickly. I will come quickly. ഞാൻ ഇതാ വേഗം വരുന്നു. ആകയാൽ എന്റെ കർത്താവിനെ എതിരേൽപ്പാൻ ഈ കാലങ്ങളിൽ നമുക്ക് ഒരുങ്ങി നിൽക്കാം. ജയാളികളായി, ജയിക്കുന്നവരായി, സാത്താനെ ജയിക്കുന്നവരായി, ഈ ലോക ഇമ്പങ്ങളെ ജയിക്കുന്നവരായി, പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ കർത്താവിനോട് നിൽക്കാൻ നമുക്ക് ഈ കാലങ്ങളിൽ ഒരുങ്ങി നിൽക്കാം. ജയിക്കുകയും നിങ്ങൾക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികളെ ഞാൻ വരുവോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്
പിതാവായ ദൈവം തന്റെ പുത്രന് ജാതികളുടെ മേൽ അധികാരം നൽകിയതുപോലെ ജയിക്കുന്നവർക്ക് ജാതികളുടെ മേൽ അധികാരം തരും. അവർ ഇരുമ്പ് കോലുകൊണ്ട് ജാതികളെ വേയിക്കും. അവർക്ക് ഉദയ നക്ഷത്രവും നൽകും. പറഞ്ഞു, those who have ears, let them hear that what the Spirit of God speaks to the churches. അവസാന വാക്യം ഇതാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് എല്ലാവരെയും ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കട്ടെ. പ്രിയ പിതാവേ, ഇന്ന് രാത്രി ദൈവം കേട്ട എല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു. Let Almighty God bless all the people, those who have heard the word of God. പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. This is Pastor Sunny K. Thomas signing off from Changanur, and we will meet on Monday with chapter 3 of Book of Revelation.